ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ അലീന ഓരോ കാര്യങ്ങളും പറയുകയാണ് ഈ കുട്ടിച്ചായനോട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോള് പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പോൾ എന്തിനാ പിന്നെ കുടിക്കുന്നത്? ശരി, ഞാൻ പറയാം കുടിക്കല്ലേ എന്ന്. പക്ഷേ ഞാൻ കുടിച്ചിട്ടില്ല എന്നേ. അതെ, വല്യപ്പച്ചൻ കുടിക്കാതിരിക്കുന്നത് പോലെ തന്നെ മകനെയും കുടിപ്പിക്കാതിരിക്കാൻ നോക്കണം. ഞാൻ നോക്കാന്നേ. അത് തന്നെയല്ലേ ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ കുറേ കറുത്ത പട്ടികളുണ്ട്, അതിൻ്റെ കൂടെ ഒരു വെളുത്ത പട്ടിയും. അരീനയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടിച്ചാനിരുന്ന് ഭയങ്കര ചിരിയാണ്. അപ്പം അരീനയ്ക്കും ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം പിടിച്ചടക്കി പിടിച്ചുകൊണ്ട്, എന്തിനാ ചിരിക്കുന്നേ? ഞാൻ എന്താ തമാശയാണോ പറഞ്ഞത്? എന്തിനാ ചിരിക്കുന്നതെന്ന്? അയ്യോ ഇല്ലായേ, ഞാൻ ചിരിക്കണമെന്നില്ലെന്നേ. ഞാൻ മോളോടൊരു സത്യം പറയട്ടെ. അതെ, ഞാനേ ഒരു പെഗ്ഗി അടിച്ചുള്ളൂ, പിന്നെ പെഗ്ഗൊന്നും അടിക്കാൻ പോയില്ല. അയ്യോടാ, അതെന്താ പെഗ്ഗൊന്നും അടിക്കാൻ പോകാതിരുന്നത്? ഞാൻ അങ്ങനെ പെഗ്ഗ് അടിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ലാലിച്ചാൻ എന്നോട് എന്താ ചോദിച്ചതെന്നറിയാവോ? അലീനയെ പേടിയാണോ എന്ന്. എന്താ, എന്നെ പേടിയാണോ? വല്യച്ഛന് എന്നെ പേടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ മോളോട് ഭയങ്കര സ്നേഹമാണ് എനിക്ക്. അതുകൊണ്ടല്ലേ ഞാൻ കുടിക്കാതിരുന്നത്. ആണോ? അങ്ങനെയാണെങ്കിലേ അപ്പച്ചനെയും കുഴി നിർത്തണം എന്നിങ്ങനെ പറയുകയാണ്. ശരി, ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് കുടിയൊന്ന് നിർത്തിപ്പിക്കാം. മോളിപ്പോൾ ഒന്ന് സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങ്. അവൻ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമെന്നൊന്നും നോക്കട്ടേന്നേ. മോളിപ്പോൾ കിടന്ന് ഉറങ്ങ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും, എന്താ സത്യമാണോ പറഞ്ഞത്? സത്യമായിട്ടും മോളിപ്പോൾ കിടന്നുറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ കിടത്തി ഉറക്കാനുള്ള തന്ത്രപ്പാടിലുണ്ട്. പുതപ്പെല്ലാം പുതച്ചിട്ട് മോൾ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടിച്ചായൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കുട്ടിച്ചായൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഈ പപ്പയെക്കുറിച്ചുള്ള ഓരോ ചിന്തകളും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ബബിതയെ വിളിക്കുകയാണ്. എടി ബബിതേ, നീ ഒന്ന് ഇങ്ങോട്ട് കയറി വന്നേ. എന്താ രോഹിത്തേട്ടാ? ഇങ്ങോട്ട് വാ, ചില കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറയാം. അങ്ങനെ രാത്രിയായി, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ബബിത നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. നിങ്ങോട്ട് കയറി വാ ബബിതേ. എന്താ രോഹിത്തേട്ടാ? രാജാവിന് താഴത്തേക്ക് ഇറങ്ങി വരാൻ കഴിയില്ലല്ലേ? എന്നെ മേളിലേക്ക് തന്നെ വിളിച്ച് വരുത്തണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാനേ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. എന്ത് പ്രത്യേക കാര്യം? നീ ഇന്ന് പറഞ്ഞത് ശരിയായോ? എന്ത് പറഞ്ഞത് ശരിയായോന്ന്? അമ്മയോട് അത്രയും കയർത്ത് പറഞ്ഞത് ശരിയായോ എന്ന്. അച്ഛൻ എന്താ നമ്മളെ ഉപദേശിച്ചത്? അമ്മ എന്ത് വേണമെങ്കിലും പറയട്ടെ, അതെല്ലാം കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ചങ്ങ് നിന്നാൽ മതി. ഈ വീടൊക്കെ ഭരിച്ച് കൂടെ പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ അമ്മയോട് എതിർത്ത് സംസാരിക്കാനായിട്ട് പോയില്ലേ? അത് പിന്നെ രോഹിത്തേട്ടാ, അമ്മയുടെ വർത്തമാനം കേട്ടായിരുന്നില്ലേ? ഞാൻ കേട്ടു. പക്ഷേ അച്ഛൻ എന്താ നമ്മളോട് പറഞ്ഞത്? വേണ്ട, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നല്ലേ പറഞ്ഞത്. അതിനെ എതിർത്ത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വഴക്കുണ്ടാവുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നീ അത് കേട്ടോ? നീ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ അച്ഛനെ ഒന്ന് കാണുമായിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ കണ്ണുകളെല്ലാം ചുവന്ന് തുടുത്തായിരുന്നു. ആ കണ്ണീന്നേ തീ പറക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നിന്റെ ആ ഒരു സംസാരം വല്ലാതെ അച്ഛന് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയണം. അതേപോലെ തന്നെ അമ്മയും കുറേ പറഞ്ഞില്ലേ? നീ അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ അമ്മയും എവിടെ പറഞ്ഞത്? അമ്മയ്ക്കും അത് വല്ലാതെ സങ്കടമായി കാണില്ലേ? ഇങ്ങനെ രോഹിത് പറയാണ്. അപ്പോൾ നമ്മുടെ ബബിതയാണെങ്കിൽ, രോഹിതേട്ടാ, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞും പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛൻ്റെ റൂമിൽ പോയി അച്ഛനോടൊന്ന് സോറി പറയാം. വേണ്ട, അച്ഛനോടിപ്പോൾ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മേലാൽ അങ്ങനൊരു കാര്യം ചെയ്യാതിരുന്നാൽ മതി. എങ്ങനെയെങ്കിലും ഇതൊന്നും മുന്നോട്ട് പോകണമല്ലോ കുടുംബം. വഴക്കും വക്കണമെന്നില്ലാതെ പോകാൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നീ പെരുമാറുക. അലീന ചേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ക്ഷമയാണ് നമുക്ക് വേണ്ടത് എപ്പോഴും. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് അലീന ചേച്ചി പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട് രോഹിയേട്ടാ. ശരി, ഞാൻ ഇനി അതേപോലെ ചെയ്തോളാം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നിട്ടേ അലീന ചേച്ചിയും കൂടി ഒന്ന് വിളിച്ചു തരട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത നേരെ സ്റ്റെയർ കേസ് ഇറങ്ങി പോവുക. അപ്പോൾ അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിൽ കൂടി തന്നെയാണ് നമ്മുടെ ബബിത പോകുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ലൈറ്റ് വീഴുകയാണ്.
അവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ വൈജിയെ കണ്ട് ഞെട്ടിപ്പോവാണ് ബബിത. അപ്പൊ ബബിത പറയാണ്, ഇതെന്താ ഇത്, പേടിച്ചു പോയല്ലോ, ഇതെന്താ ഇരുട്ടത്തിങ്ങനെ നിൽക്കുന്നത്? ആഹാ, നീ ഇത് എവിടെ പോയതാടി? നല്ല ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. ഞാൻ എവിടെ പോയതാണെന്നോ? അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. നീ എന്തിനാ രോഹിത്തിൻ്റെ മുറി പോയത്? അതോ കുറച്ച് ഉണക്കയില ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് കൊണ്ട് കൊടുക്കാൻ പോയതാ, വറുത്ത് തിന്നാൻ വേണ്ടി. മതിയായോ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും, എടി ബബിതേ, നീ എവിടെ നിന്നേ, എനിക്ക് ചോദിക്കാനുണ്ട്. ഈ പാതിരാത്രി നീ എന്തിനാണ് രോഹിത്തിൻ്റെ മുറി പോയെന്ന്? അതിന് ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോയതാ. സംസാരിക്കാനാണെങ്കിൽ പകല് പറ്റില്ലേ, രാത്രിയാണോ സംസാരിക്കുന്നത്? അമ്മ എന്തൊക്കെയാ കിടന്ന് പറയുന്നത്? എൻ്റെ ആങ്ങളുടെ റൂമിൽ പോകുന്നതിന് എനിക്ക് ആരാണെങ്കിലും അനുവാദം വേണം. എൻ്റെ ആങ്ങളയോട് സംസാരിക്കണമെങ്കിൽ നേരവും കാലമൊക്കെ നോക്കണോ? വേണ്ടല്ലോ, എനിക്കെപ്പോൾ വേണമെങ്കിലും നോക്കാൻ പറ്റേ. ആങ്ങളെയാണെങ്കിലും പെങ്ങളാണെങ്കിലും കുറച്ച് അകലം പാലിക്കുന്നതൊക്കെ നല്ലതാണ്. ഒരു കെട്ടിക്കാറായ പെണ്ണ് കെട്ടിക്കാറായ ചെറുക്കൻ്റെ റൂമിൽ പോയി ഇരിക്കുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് വന്ന കലി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കലി തന്നെയായിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ എങ്ങനെയായിരുന്നു അമ്മയുടെ ആങ്ങളമാരോട്? അല്ല, പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അമ്മ പറയുന്നുണ്ടല്ലോ എല്ലാം സൂക്ഷിക്കണമെന്ന്. ഞങ്ങളിവിടെ തനിച്ചാക്കിയിട്ട് അമ്മ പോയതാണല്ലോ. എവിടെയായിരുന്നു ഇത്രയും നാള്? ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആങ്ങളമാരുടെ വീട്ടിൽ പോയിരുന്ന് അവിടെ ഒരു ലെൻസും വെച്ച് ഞങ്ങളെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞതാ, അമ്മയും ആങ്ങളെയും എങ്ങനെയായിരുന്നു എന്ന്, നിങ്ങൾ എങ്ങനെയാണ് അകലം പാലിച്ചിരുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ അതേപോലെ അകലം പാലിച്ചോളാം. ബബിതേ, എൻ്റെ അടുത്ത് കൂടെ ചുമ്മാ വേഷം കിട്ടാൻ നിൽക്കരുത്. ഞാൻ എന്തിനാണ് വേഷം കിട്ടുന്നത്? ആദ്യം അമ്മയുടെ മനസ്സിലെ ആ ദുഷിച്ച വിഴുപ്പില്ലേ, അതങ്ങോട്ട് എടുത്ത് മാറ്റ്. അല്ലെങ്കിലേ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാലേ നാറും, ശരിക്കും നാറും. എടീ, എന്താ പറഞ്ഞത്? നിന്റെ കാരണം നോക്കിയൊന്ന് അടിച്ചാലുണ്ടല്ലോ. എന്തടിക്കാൻ പോകുന്നു? ആദ്യമേ സ്വയം ചിന്തിച്ചു നോക്ക് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നതെന്ന്, എന്നിട്ട് എന്നെ അടിക്കാൻ വാ, അതിലൊരു ന്യായമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത നേരെ റൂമിൽ കയറി അടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ പറയണം, ഏതെങ്കിലും ആങ്ങളമാരുടെ കയ്യിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വൈജാണെങ്കിൽ, എന്താ നീ പറഞ്ഞത്? പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ, ഇനി പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ ഒറ്റ അടയാ. പക്ഷെ നമ്മുടെ വൈജ അത് കേട്ടു. ശരിക്കും അതൊരു ഷോക്കായിപ്പോയി വൈജയ്ക്ക്. ഒരാവശ്യമില്ലാതെ ബബിതയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടി തന്നെ എന്നതാണ് വൈജ. അങ്ങനെ ബബിതയാണെങ്കിൽ അമ്മ പറയുന്ന ആ ഒരു കാര്യമൊക്കെ കേട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുക. എന്നിട്ട് അലീനെ ഒന്ന് വിളിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിളിക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഫോൺ അവിടെ തന്നെ വെക്കുക. ഫോൺ അവിടെ വെച്ചതും നമ്മുടെ അലീനയുടെ കോള് വരിക. അലീനയുടെ കോൾ എടുക്കാൻ വേണ്ടി ധൃതിക്ക് ആ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ നിലത്ത് പോകുന്നു. ഫോൺ നിലത്ത് പോകുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് വീണ്ടും ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനേ ചേച്ചി ഇപ്പോൾ വിളിക്കാനായിട്ട് ഒരുങ്ങിയതാ. ചേച്ചി ഉറങ്ങുവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ടേബിളിൻ്റെ പുറത്ത് വീണ്ടും വെച്ചു. അപ്പോഴാണ് ചേച്ചിയുടെ വിളി. ഏതായാലും എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? അവിടുത്തെ ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞോ? ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കുറച്ച് തിരക്കായിരുന്നു. ഇത്രയും തിരക്കോ? അത് ശരി, ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ തിരക്കാണോ അലീന ചേച്ചി? എന്താ ഇവിടുത്തെ ഹാർഡ് വർക്ക്? ഹാർഡ് വർക്ക് അങ്ങനെ ഹാർഡ് വർക്കൊന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്ന അർത്ഥം. അത് ശരി, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ? എങ്കിലൊരു കാര്യം ചെയ്യ്, കുറച്ച് കരിങ്കല്ല് നിലത്തുനിന്ന് പിറക്കിയെടുക്കുക, എന്നിട്ട് അത് മേശയിൽ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് ആ മേശയിൽ നിന്ന് വീണ്ടും ആ കരിങ്കല്ല് എടുക്കുക, എന്നിട്ട് വീണ്ടും നിലത്ത് കൊണ്ടിടുക. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേടി? അങ്ങനെ ചെയ്താൽ നല്ലൊരു ഹാർഡ് വർക്ക് ആവുമല്ലോ. അയ്യോ, നല്ലൊരു തമാശയാണല്ലോ. പറ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലേ ചേച്ചി അവിടെ എല്ലാവരോടും പരിചയപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ പരിചയപ്പെട്ട് വരുന്നു. ചില കാര്യങ്ങളൊക്കെ അവിടെ നോക്കാനും പറയാനും ഒക്കെ ഉണ്ട്. ചേച്ചി, എനിക്ക് ചേച്ചിയുടെ അഡ്രസ്സും ആ ലൊക്കേഷനൊക്കെ തന്നേ. എന്തിനാടി? എനിക്കങ്ങോട്ട് വരാൻ. എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് വരാമല്ലോ. അതിനെ അഡ്രസ്സൊക്കെ അച്ഛൻ്റെ കയ്യിൽ വിശദമായിട്ടുണ്ട്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോ. ഞാനെന്തിനാ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്? എൻ്റെ പുന്നാര ചേച്ചി ഉള്ളപ്പോൾ എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ചേച്ചി അഡ്രസ്സ് തന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. അതിന് നിനക്ക് ഇങ്ങോട്ട് വരാൻ അറിയാവോ ബബിത മോളെ? എന്താ വരാനുള്ള കുഴപ്പം? ഞാനേ ചേച്ചിയുടെ ഒരു ഫോട്ടോ കാണിക്കും. അത് കാണിക്കാൻ പോകുന്നതേ പോലീസ് സ്റ്റേഷനിലാണ്. ആലീന ചേച്ചി മിസ്സിങ് ആണെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ
മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാർ നോക്കിക്കോളും. പിന്നെ അവിടെ എത്തും എന്നെയും കൊണ്ട് പോലീസ്. അപ്പം എങ്ങനെ ഉണ്ടാവും? എൻ്റെ ബബിതേ ഭയങ്കരേ, നിന്റെ ബുദ്ധി ഭയങ്കര കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ എന്താ എന്നെക്കുറിച്ച് ചേച്ചി വിചാരിച്ചിരിക്കുന്നത്? ആ എടി, കൃഷ്ണമോൾ ഉറങ്ങിയോ? ആ കൃഷ്ണമോൾ ഉറങ്ങി. രോഹിത് ഉറങ്ങിയോ? ആ അറിയില്ല, ചിലപ്പോൾ ഉറങ്ങിക്കാണും. അതെന്തൊരു പറച്ചിലാടി, ഇപ്പൊ ഗുഡ് നൈറ്റ് പറച്ചിലൊന്നും ഇല്ലേ? ഓ, എന്ത് ഗുഡ് നൈറ്റ് പറയുന്നത്? ഇപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞേ ഉള്ളു. എന്ത് പ്രശ്നം? ആ ഇന്നേ ഞാൻ കാരണം ഒരു വഴക്കുണ്ടായി ചേച്ചി. വഴക്കുണ്ടായിരുന്നോ? എന്ത് വഴക്കുണ്ടായിരുന്നു? അതായതേ ഇന്ന് അമ്മ അടുക്കളയിൽ കയറി ഭയങ്കര ഭരണമാണ്. ഇതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഞങ്ങളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി. അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എന്ത് വേണമെങ്കിലും പറയട്ടെ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് നടിച്ചോ എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും തുടങ്ങി അമ്മയുടെ ഓരോ പറച്ചിൽ. ഇത് കേട്ടത് എനിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അവിടെ കുറേ വഴക്കുണ്ടാക്കി, അമ്മയും അതേപോലെ തന്നെ അച്ഛനും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ ടെൻഷൻ തോന്നി. അങ്ങനെ രോഹിത് ഏട്ടനാണെങ്കിൽ ഇതേ കുറച്ച് മുമ്പ് എന്നെ വിളിച്ച് ഉപദേശിച്ചു, എന്നെ കുറേ വഴക്കും പറഞ്ഞു. നീ കാരണവരുടെ വഴക്കുണ്ടായത്, അതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അച്ഛൻ പറഞ്ഞതല്ലേ വഴക്കുണ്ടാക്കാൻ പാടില്ലെന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു എന്നെ ഓരോ വഴക്ക്. അതെല്ലാം തെറ്റായി പോയെന്ന് എനിക്കും തോന്നി. അങ്ങനെയെല്ലാം പറഞ്ഞതേ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ ദേ ഇരുട്ടത്തെ എന്തോ കള്ളത്തരം പിടിക്കാൻ വേണ്ടി എന്ന പോലെ അമ്മ നിൽക്കുന്നു. ഞാനാകെ ഞെട്ടിപ്പോയി എൻ്റെ ചേച്ചി. അങ്ങനെ അമ്മ നിന്ന് എന്നോടൊരു ചോദ്യം, നീ എന്തിനാണ് ഈ സമയത്ത് രോഹിത്തിൻ്റെ റൂമിൽ പോയതെന്ന്? ഒരു വല്ലാത്തൊരു രീതിയിൽ ചോദിക്കുന്നത് പോലെ എന്നോട് ചോദിച്ചത്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം തോന്നി. ഈ സമയത്ത് കെട്ടിക്കാരായ ഒരു പെണ്ണ് കെട്ടിക്കാരായ ഒരു ചെറുക്കൻ്റെ റൂമിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് അമ്മയുടെ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയാവോ? ഞങ്ങൾ രണ്ടുപേരും അവിടെ എന്തൊക്കെയോ കാണിക്കുകയാണെന്ന്. മോളെ, എന്തൊക്കെയാ മോളെ പറയുന്നത്? അതെ അലീന ചേച്ചി, അമ്മയുടെ വർത്തമാനം അങ്ങനെയായിരുന്നു. വളരെ വൃത്തികെട്ട വർത്തമാനോ അമ്മയുടെ നാവിൽ നിന്ന് വന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ ചേച്ചി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഇതെന്താ മേഡം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇനി ചോദിക്കണം. അതെ, എന്തെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കും വായ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞു. വേറൊന്നും കൊണ്ടായിരിക്കില്ല, നിങ്ങൾ 4 പേരും ഒറ്റക്കെട്ടാണെന്ന് മേഡത്തിന് നന്നായിട്ട് തന്നെ അറിയാം. ഈ ഭരണം കയ്യിലെടുക്കുക, ഇതാണ് മേഡത്തിൻ്റെ ഒറ്റ ലക്ഷ്യം. അപ്പം നിങ്ങൾ തമ്മിൽ പിരിക്കുക. അങ്ങനെ പിരിച്ചാൽ മാത്രമേ ഭരണങ്ങൾ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ എല്ലാവരെയും മേഡത്തിൻ്റെ അരികിലേക്ക് ഒന്നിപ്പിക്കുക. അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്, കണ്ടില്ലേ? അതുകൊണ്ടാണല്ലോ രോഹിത്തിനെയും നിന്നെയും വേർപിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അല്ലാതെ തെറ്റായി വിചാരിച്ചു കൊണ്ടൊന്നും അല്ലായിരിക്കും മോളെ എന്ന് പറയുമ്പോൾ, എന്നാലും ചേച്ചി എനിക്കാകെ സങ്കടം തോന്നുന്നു ചേച്ചി. ഈ സങ്കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയാ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞത്. ഞാനേ മോൾക്ക് എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരാം. വീട്ടിലേക്കല്ല, കോളേജിലോ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും മോള് വിളിച്ച ഉടനെ തന്നെ ഞാൻ എത്തൂലേ. ഇപ്പം അതൊന്നും മനസ്സുകൊണ്ട് വിചാരിക്കണ്ട. കിടന്നേ ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി, ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലാകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായേച്ചി. ആ സമയത്ത് രോഹിതേട്ടൻ അത് കേട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? രോഹിതേട്ടൻ വിചാരിക്കില്ലേ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്? അങ്ങനെ വിചാരിക്കില്ലേ? പിന്നെ വീണ്ടും തകർന്നു പോകൂലേ? എല്ലാം ഉഷാറായിട്ട് വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചേച്ചി ശരിയാവുന്നത്? ശരി, അതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടേരും. ഇനിയിപ്പേ ഉറങ്ങാൻ നോക്ക്. ഞാൻ നിന്റെ അരികിൽ കിടക്കുന്നത് പോലെ തന്നെ വിചാരിച്ചാൽ മതി. എന്നിട്ടേ എന്നെ കെട്ടിപ്പിടിച്ച് പുതപ്പും പുതച്ച് കിടക്കുന്നത് പോലെ തന്നെ കിടന്നോ. ചേച്ചി ഫോൺ വെക്കല്ലേടോ ചേച്ചി? ഇല്ലെന്നേ, ഫോൺ വെക്കില്ല. എങ്കിലേ നന്നായിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ പറയുകയാണ്. അലീനയുടെ ശബ്ദം കേട്ടിട്ട് ബബിത കിടന്ന് ഉറങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.